Hello students, welcome to Max class with your teacher. Welcome to the part 7 of Lines and Circles chapter. ഏത് റേഡിയസ് തന്നാലും അതനുസരിച്ചുള്ള സർക്കിൾസ് വരയ്ക്കാൻ നമ്മൾ പഠിച്ചു. ഇനി പേജ് നമ്പർ 17 നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പിക്ചർ കാണാനായിട്ട് സാധിക്കും. ഈ പിക്ചറാണ് നമ്മളിനി നോട്ട്ബുക്കിലേക്ക് വരയ്ക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ ആ പിക്ചർ കണ്ടല്ലോ. ഇനി നമ്മൾ ആ പിക്ചർ എങ്ങനെയാണ് നോട്ട്ബുക്കിലേക്ക് വരയ്ക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പം ആദ്യമായിട്ട് അതിന് വേണ്ടി നമുക്ക് വേണ്ടത് എന്തൊക്കെയായിരിക്കും? നമുക്ക് വേണ്ട ഇൻസ്ട്രുമെന്റ് സ്കെയിൽ ആവശ്യമാണ്, കോമ്പസ് ആവശ്യമാണ്, അതുപോലെ ഒരു പെൻസിൽ അല്ലെങ്കിൽ പെൻ ആവശ്യമാണ്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം തന്നെ ഈ പിക്ചർ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ലൈൻ വരയ്ക്കാൻ പോവുക. നമുക്ക് ഇഷ്ടമുള്ള അളവിലുള്ള ലൈൻ വരയ്ക്കാം. പക്ഷെ ഇവിടെ നമ്മുടെ നോട്ട്ബുക്കിൽ പേജ് വളരെ ചെറുതാണ്. അപ്പം അതിനകത്ത് ഒതുങ്ങുന്ന പോലെ ഒരു നീളം നമ്മൾ എടുക്കുകയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏകദേശം ഒരു 4 സെന്റിമീറ്റർ നീളത്തിലുള്ള ഒരു ലൈൻ ഞാൻ വരയ്ക്കുന്നു. അപ്പം നോക്കി, ഞാൻ 4 സെന്റിമീറ്റർ നീളത്തിലുള്ള ഒരു ലൈൻ, 4 എന്ന് വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം. നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഒതുങ്ങുന്നത് പോലെ ആ ലൈൻ നിങ്ങൾക്ക് വരയ്ക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് 4 സെന്റിമീറ്റർ ആണ്. അപ്പോൾ സ്കെയിൽ യൂസ് ചെയ്ത് 0 മുതൽ 4 വരെ 4 സെന്റിമീറ്റർ മാർക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ 4 സെന്റിമീറ്റർ നീളത്തിൽ നമ്മളൊരു ലൈൻ സ്കെയിൽ ഉപയോഗിച്ച് വരച്ചു. ഇനി ചെയ്യാൻ പോകുന്നത്, ഇനി നമ്മൾ കോമ്പസ് എടുക്കുന്നു. കോമ്പസ് എടുത്തതിന് ശേഷം നമ്മൾ ഈ അളവ് കോമ്പസിൽ അളന്നെടുക്കുന്നു. അതായത് 4 സെന്റിമീറ്റർ ഒന്നെങ്കിൽ നിങ്ങൾക്ക് സ്കെയിലിൽ അളന്നെടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഇതിൻ്റെ ഒരെൻഡ് കോമ്പസിൻ്റെ ഒരെൻഡ് ഈ ലൈനിൻ്റെ ഒരെൻഡിലും പെന്നിൻ്റെ ഈ എൻഡ് മറ്റേ എൻഡിലും വെച്ച് നമുക്കിതിൻ്റെ അളവെടുക്കാം. അപ്പോൾ ഇത് കറക്റ്റ് എത്രയായിരിക്കും? 4 സെന്റിമീറ്റർ ആയിരിക്കും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ഈ ലൈനിൻ്റെ ലെഫ്റ്റ് എൻഡിൽ അല്ലെങ്കിൽ ലൈനിൻ്റെ ഒരെൻഡിൽ വെച്ച് വയ്ക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക? ഒരു സർക്കിൾ വരയ്ക്കുക. അപ്പോൾ സർക്കിൾ വരയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് ആ ലൈനിൻ്റെ അപ്പുറത്തെ എൻഡിൽ കൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. അപ്പോൾ കണ്ടോ, കറക്റ്റായിട്ട് നമ്മൾ ഒരെണ്ണം വരച്ചു, ഒരു സർക്കിൾ നമ്മൾ വരച്ചു. അതായത് നമ്മളിവിടെ ആദ്യം ചെയ്തത് 4 സെന്റിമീറ്ററിൽ ഒരു ലൈൻ വരച്ചു. ഇതിൻ്റെ ഒരെൻഡിൽ വെച്ച് ഒരെൻഡ് സെൻറ്റർ ആക്കിക്കൊണ്ട് നമ്മളൊരു സർക്കിൾ വരച്ചു. ഇനി വീണ്ടും ഈ ലൈനിൻ്റെ മറ്റേ എൻഡ് സെൻറ്റർ ആക്കിക്കൊണ്ട് അടുത്തൊരു സർക്കിൾ വരയ്ക്കുന്നു. അപ്പോൾ അത് ലൈനിൻ്റെ ലെഫ്റ്റ് എൻഡിൽ കൂടെ കടന്നു പോകുന്ന ഒരു സർക്കിൾ ആയിരിക്കും. അപ്പം നോക്കി, ഇതുപോലെ നമ്മൾ 2 സർക്കിൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഒരു ലൈൻ വരച്ചു, ലൈനിൻ്റെ രണ്ട് എൻഡിലും പോയിന്റ് ചെയ്ത് കോമ്പസ് പോയിന്റ് ചെയ്ത് നമ്മൾ വരച്ചു. അപ്പോൾ ഇത്രയും നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നോക്കി, നമ്മളിനി 4 പോയിന്റ്സ് ഇവിടെ അടയാളപ്പെടുത്താൻ പോവുകയാണ്. അതായത് ഇവിടെ 2 സർക്കിളുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന ഈ പോയിന്റാണ് നമ്മൾ ആദ്യം എടുക്കുന്ന പോയിന്റ്. ദെൻ ഈ ലൈനും ഈ സർക്കിളും കൂട്ടിമുട്ടുന്ന ഈ പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്യുന്നു. നെക്സ്റ്റ് ഈ 2 സർക്കിളും കൂട്ടിമുട്ടുന്ന ഈ പോയിന്റ്, അതിനുശേഷം ഈ പോയിന്റ്, ഈ 4 പോയിന്റ് നമ്മൾ എടുക്കുന്നു. അതിനുശേഷം നമ്മൾ സ്കെയിൽ എടുക്കുന്നു. സ്കെയിൽ എടുത്ത് ഈ അടുത്തടുത്ത് കിടക്കുന്ന പോയിന്റുകളെ തമ്മിൽ ജോയിൻ ചെയ്ത് ലൈൻസ് വരയ്ക്കുന്നു. അപ്പം നോക്കിയേ, ഇത് ഫസ്റ്റ് ലൈനായി. ഇനി ഈ പോയിന്റ് കൊണ്ട് ജോയിൻ ചെയ്ത് നമ്മൾ അടുത്ത ലൈൻ വരയ്ക്കുന്നു, സെക്കൻഡ് ലൈനായി. ഇനി എന്തായിരിക്കും ചെയ്യേണ്ടത്? ഈ പോയിന്റും ഇതും കൂടെ ജോയിൻ ചെയ്ത് അടുത്തത് വരയ്ക്കുന്നു. അതിനുശേഷം ലാസ്റ്റ് ലൈൻ. നോക്കി, നമ്മളോട് ആവശ്യപ്പെട്ട രീതിയിൽ നമ്മൾ കറക്റ്റായിട്ട് ആ ഫിഗർ വരച്ചിട്ടുണ്ട്. ഈ ലൈനിൻ്റെ ലെങ്ത് വലുതാക്കുമ്പോൾ ഈ പിക്ചറും വലുതാവും. അപ്പം നമ്മളിവിടെ 4 സെന്റിമീറ്റർ എടുത്തുകൊണ്ട് നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള ഇങ്ങനൊരു പിക്ചർ ആയിരിക്കും കിട്ടുക. 5 or 6 ഒക്കെ എടുക്കുമ്പോൾ ഇതിലും വലിയ പിക്ചേഴ്സ് കിട്ടും. അപ്പം ആ രീതിയിൽ നമുക്കിത് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങളിത് മാർക്ക് ചെയ്തെങ്കിൽ മാത്രമേ കറക്റ്റായിട്ടുള്ള പിക്ചർ കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് ആവശ്യമെങ്കിൽ കളറും ചെയ്യാം. ഇതേ രീതിയിലല്ലാതെ മറ്റു പല രീതികളിലും നിങ്ങൾക്ക് വരയ്ക്കാം. അതായത് ആദ്യം ഒരു സർക്കിൾ വരച്ചിട്ട് അതിൻ്റെ റേഡിയസ് മാർക്ക് ചെയ്യുന്നു, എന്നിട്ട് ആ റേഡിയസിൻ്റെ അറ്റത്തുനിന്ന് മറ്റൊരു സർക്കിൾ വരയ്ക്കുന്നു, ദെൻ ഇതുപോലെ കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് വരയ്ക്കാം. അപ്പോൾ ഈ ചിത്രം വരയ്ക്കാൻ ഇത് മാത്രമല്ല ഒരു വഴിയുള്ളത്, പല രീതിയിലും നിങ്ങൾക്ക് ഈ ചിത്രം വരയ്ക്കാം. ഇനി അടുത്തതായി പേജ് നമ്പർ 19 നമുക്ക് മറ്റൊരു ചിത്രം കാണാൻ സാധിക്കും. ഇത് നമുക്ക് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നോക്കാം. ആ ചിത്രം വരയ്ക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെയും ആവശ്യമുള്ളത് സ്കെയിലും കോമ്പസും തന്നെയാണ്. അപ്പം ഞാൻ ആദ്യം തന്നെ നമ്മുടെ ഫസ്റ്റ് ഫിഗർ, കഴിഞ്ഞ ഫിഗർ വരച്ചതിൻ്റെ
അതേ രീതിയിൽ തന്നെ വരച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എന്തായിരുന്നു വരച്ചത്? നമ്മളൊരു ലൈനായിരുന്നു വരച്ചത് അല്ലേ? നമ്മൾ സ്കെയിലും പെന്നും ഉപയോഗിച്ചൊരു ലൈൻ വരച്ചു. അപ്പോൾ ഇവിടെ ഞാൻ വീണ്ടും സ്കെയിൽ എടുക്കുന്നു. ഞാനിവിടെ നമുക്ക് ഇഷ്ടമുള്ള മെഷർമെൻറ്റ് എടുക്കാം. ഇവിടെയും ഞാൻ ഒരു 4 സെൻറ്റിമീറ്റർ തന്നെയാണ് എടുക്കുന്നത്. ഓക്കെ, ഞാനിവിടെയും 4 സെൻറ്റിമീറ്റർ എടുക്കുന്നു. ഇവിടെ ഞാൻ പെൻസിൽ വെച്ചാണ് വരയ്ക്കുന്നത്, കാരണം ആ ലൈൻ അവസാനം മായ്ച്ച് കളയേണ്ടതുള്ളത് കൊണ്ട് ഞാൻ പെൻസിൽ വെച്ചാണ് വരയ്ക്കുന്നത്. ഇത് 4 സെൻറ്റിമീറ്റർ ഞാൻ ലൈൻ വരച്ചു. ഇനി വീണ്ടും പഴയ ചെയ്തതുപോലെ തന്നെ 4 സെൻറ്റിമീറ്ററിൻ്റെ ഈ ലൈനിൻ്റെ ഈ എൻഡിൽ പോയിന്റ് ചെയ്തും നമ്മളൊരു സർക്കിൾ വരയ്ക്കണം. ഈ എൻഡിൽ പോയിന്റ് ചെയ്തും ഒരു സർക്കിൾ വരയ്ക്കണം. അപ്പോൾ ഇതേ നമ്മൾ ഈ എൻഡിൽ പോയിന്റ് ചെയ്ത് നമ്മൾ ഈ അളവ്, അതായത് 4 സെൻറ്റിമീറ്റർ കറക്റ്റായിട്ട് അളന്നെടുക്കുന്നു. അതിനുശേഷം സർക്കിൾ വരയ്ക്കുന്നു. കറക്റ്റായിട്ട് നമ്മൾ സർക്കിൾ വരച്ചു. ഇനി വീണ്ടും ഈ പോയിന്റ് ഉണ്ടോ, അതായത് ലൈനിൻ്റെ മറ്റേ പോയിന്റ്, അവിടെയും എന്ത് ചെയ്യുക, അവിടെയും പോയിന്റ് ചെയ്ത് വീണ്ടും ഇതുപോലെ ഒരു സർക്കിൾ വരയ്ക്കുക. അപ്പം നമുക്ക് പഴയ ഫിഗർ അതുപോലെ തന്നെ കിട്ടും. ഓക്കെ, അപ്പം നമ്മൾ ഫിഗർ വരച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇനി ഞാൻ ഈ വരച്ച ഈ ലൈൻ ഞാനങ്ങ് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. വീണ്ടും പെൻസിൽ വെച്ചാണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്, കാരണം അത് മായ്ച്ച് കളയാനുള്ളത് കൊണ്ട്. അപ്പം നോക്കി, ഞാൻ ഈ ലൈൻ, നിങ്ങൾ എല്ലാം പെൻസിൽ വെച്ച് മാത്രം വരച്ചാൽ മതിയാവും. അപ്പം ഞാൻ ഈ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് അടുത്ത സർക്കിളിൻ്റെ ഇവിടെ വരെ നേരെ ലൈൻ വരയ്ക്കണം. ഈ ലൈനിന് നേരെ സ്കെയിൽ വെച്ച് വേണം വരയ്ക്കാൻ. അപ്പോൾ ഈ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് ഇവിടെ വരെ എത്തിച്ചു. കണ്ടല്ലോ എല്ലാവരും ഈ പോയിന്റ്. ഓക്കെ, ഇനി വീണ്ടും ഞാൻ ഈ പോയിന്റിൽ, അതായത് നമ്മൾ നീട്ടിവിട്ട ലൈൻ സർക്കിളെ കൂട്ടിമുട്ടിയ പോയിന്റിൽ കൂട്ടിമുട്ടുന്ന പോയിന്റ് എടുക്കുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, സർക്കിൾ വരയ്ക്കുന്നു. അപ്പോൾ കറക്റ്റായിട്ട് 4 സെൻറ്റിമീറ്റർ ആയിരിക്കണം. എൻ്റെ കുറച്ച് മാറിപ്പോയി, അതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ കറക്റ്റ് വീണ്ടും 4 സെൻറ്റിമീറ്റർ തന്നെയാണ് ഈ സർക്കിളിൻ്റെ റേഡിയസ് വരുന്നത്. അത് കറക്റ്റായിട്ട് എടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും ഇതേപോലെ ഒരു സർക്കിൾ വരയ്ക്കുന്നു. ഇവിടെ പോയിന്റ് ചെയ്ത് അടുത്ത സർക്കിൾ വരയ്ക്കുന്നു. ഇപ്പോൾ ശ്രദ്ധിച്ചേ, നമുക്ക് 3 ഡിഫറെൻറ്റ് സർക്കിൾസ് ഇതുപോലെ കൂട്ടിമുട്ടിയിരിക്കുന്ന പോലെ 3 സർക്കിൾസ് നമുക്കിവിടെ കിട്ടി. ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കണം. അതായത് നമുക്കൊരു 5 പോയിന്റ്സ് ഇവിടെ മാർക്ക് ചെയ്ത് വയ്ക്കണം. അപ്പോൾ ഏതൊക്കെയാണ് 5 പോയിന്റ്സ്? നമ്മൾ കഴിഞ്ഞ പിക്ചർ വരച്ചപ്പം സർക്കിൾസ് കൂട്ടിമുട്ടുന്ന പോയിന്റ്സ് അല്ലേ, അതാണ് പോയിൻ്റായിട്ട് കണക്കാക്കിയത്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് അതേപോലെ തന്നെ ഈ സർക്കിൾസ് മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റ് മാർക്ക് ചെയ്യുന്നു. അതുപോലെ ലൈനും സർക്കിളും മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റ് മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം ഈ പോയിന്റ്, 2 സർക്കിളും മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റ്, ലൈനും സർക്കിളും മീറ്റ് ചെയ്യുന്ന പോയിന്റ്, അതിനുശേഷം ഇത്. ഇപ്പോൾ ഇവിടെ നോക്കി, 5 അല്ല, 1 2 3 4 5 6 പോയിന്റ്സ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ 6 പോയിന്റ്സ് മാർക്ക് ചെയ്ത് നമ്മൾ ലൈൻസ് വരയ്ക്കണം. എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? നമ്മളോട് ആവശ്യപ്പെട്ട ആ പിക്ചർ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ രീതിയിലൊക്കെ വരച്ചെങ്കിൽ മാത്രമേ നമുക്ക് കംപ്ലീറ്റ് ആവത്തുള്ളൂ. അപ്പോൾ നമുക്ക് പോയിന്റ്സിനെ ജോയിൻ ചെയ്ത് ലൈൻസ് വരയ്ക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ സ്കെയിൽ എടുക്കുന്നു. സ്കെയിലും പെൻസിലും ഉപയോഗിച്ച് തന്നെ വേണം നമ്മളിത് ചെയ്യാൻ. അപ്പോൾ ഇത് ഈ പോയിന്റ് കൊണ്ട് ജോയിൻ ചെയ്ത് ഞാനൊരു ലൈൻ വരച്ചു. ഓക്കെ, വീണ്ടും അടുത്തടുത്ത് കിടക്കുന്ന 2 പോയിന്റ്സുകൾ, എല്ലാ 2 പോയിന്റ്സും ജോയിൻ ചെയ്ത് ലൈൻസ് വരയ്ക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഫിഗർ ഇവിടെ കിട്ടും. അപ്പം നിങ്ങൾ ചിലർക്കെങ്കിലും ഈ ഫിഗറിൻ്റെ പേര് അറിയാം. ഇത് 6 സൈഡുള്ള ഒരു ഫിഗറാണ്. 1 2 3 4 5 6. അപ്പോൾ ഈ ഫിഗറിൻ്റെ പേരാണ് ഹെക്സഗൺ. നിങ്ങൾ ചിലർക്കെങ്കിലും ഇതിൻ്റെ പേരറിയാം. ഫിഗറിൻ്റെ പേര് ഹെക്സഗൺ, അതായത് 6 സൈഡ് വരുന്ന ഫിഗറിൻ്റെ പേരാണ് ഹെക്സഗൺ. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഇത്രയും നിങ്ങൾ മനസ്സിലാക്കുക, ഈ 6 സൈഡ് വരുന്ന ഈ ഫിഗറിൻ്റെ പേരാണ് ഹെക്സഗൺ. ഓക്കെ, അപ്പം നമ്മൾ വരച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതുപോലൊരു ഹെക്സഗൺ അകത്ത് കിട്ടി. ഇനി ഇത്രയും കൊണ്ട് നമ്മുടെ പിക്ചർ കംപ്ലീറ്റ് ആയോ? ഇല്ല, അകത്ത് മറ്റു ചില കാര്യങ്ങളും കൂടെ വരച്ചാലേ അത് കംപ്ലീറ്റ് ആവത്തുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും എന്ത് ചെയ്യുക, കോമ്പസ് എടുക്കുക. കോമ്പസ് എടുത്ത് നമ്മളിവിടെ കറക്റ്റ് 4 സെൻറ്റിമീറ്റർ തന്നെ നമുക്കിവിടെ വേണം. അപ്പോൾ കറക്റ്റായിട്ട് ഞാൻ 4 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുന്നു. ഓക്കെ, 4 സെൻറ്റിമീറ്ററിൽ ഞാൻ കോമ്പസ് എടുത്തു. അതിനുശേഷം ചെയ്യേണ്ടതിന് ശ്രദ്ധിക്കുക, നമ്മുടെ 6 പോയിന്റുകളുണ്ടല്ലോ, 1
2 3 4 5 6 ഈ 6 പോയിന്റുകളിലും ഇതുപോലെ കോമ്പസ് പോയിന്റ് ചെയ്ത് നമ്മൾ ഇങ്ങനെയൊരു ആർക്ക് വരച്ചെടുക്കണം. കണ്ടോ, ഈ റാ ഷേപ്പിലുള്ള ഇതിനാണ് ഒരു ആർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഇതുപോലെ വരച്ചെടുക്കണം. അപ്പോൾ ഈ പോയിന്റിൽ ഞാൻ വരച്ചു. നെക്സ്റ്റ് ഞാൻ അടുത്ത പോയിന്റിൽ പോയിന്റ് ചെയ്യുന്നു. ഇതാ വരച്ചു. അവിടെ ഓൾറെഡി അവിടെ ഉണ്ട്, സർക്കിളിൻ്റെ ഭാഗം ഉണ്ട്, അവിടെ നമ്മൾ വരയ്ക്കേണ്ട കാര്യമില്ല. ഇനി അടുത്ത പോയിന്റിലേക്ക് പോയിന്റ് ചെയ്യുന്നു. ഇതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, വരയ്ക്കുന്നു. ഇനി അടുത്തതിൽ പോയിന്റ് ചെയ്യുന്നു. അതിനുശേഷം ഇതുപോലെ വരയ്ക്കുന്നു. അതിനുശേഷം നമ്മൾ അടുത്തടുത്ത് പോയിന്റ് ചെയ്യുന്നു, വീണ്ടും വരയ്ക്കുന്നു. അത് ഓൾറെഡി അവിടെ ഉണ്ട്. ഇനി അടുത്ത പോയിന്റിൽ നമ്മൾ പോയിന്റ് ചെയ്യുന്നു, വരയ്ക്കുന്നു. നിങ്ങൾ പിടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ ഈ മേളിലത്തെ ഇവിടെ വേണം പിടിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ അളവ് മാറിപ്പോകും. അപ്പം നമ്മളവിടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിക്ചർ ഇവിടെ വരച്ച് കഴിഞ്ഞു. നമുക്ക് ഈ നടുവിലത്തെ ലൈൻ ആവശ്യമില്ല, അത് നമുക്ക് മായ്ച്ചു കളയാം. ഇപ്പം കണ്ടു, നമ്മളോട് ആവശ്യപ്പെട്ട ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ പിക്ചർ നമ്മൾ സ്കെയിലും കോമ്പസും പെൻസിലും വെച്ച് ഇവിടെ കംപ്ലീറ്റ് ചെയ്തു. അപ്പം കൃത്യമായിട്ട് അളവെടുത്ത് വരയ്ക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിക്ചേഴ്സ് നമുക്ക് കിട്ടും. അപ്പം നിങ്ങൾക്കിത് വരയ്ക്കാൻ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഈ വീഡിയോ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും അടുത്ത ക്ലാസ്സുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.